നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പിൽ SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവയുടെ പിന്തുണ UDF-ന് ലഭിച്ചു എന്ന വസ്തുത പകൽ പോലെ സത്യമാണ്. ഈ സത്യത്തെ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസ് പിന്തുണച്ചിരുന്നുള്ളൂ. അതായത് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോ കൂരായണ. പാലം കടന്നപ്പോ SDPI-യോട് ഞങ്ങളോ ഒരിക്കലും ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പിന്തുണച്ചെന്ന് ശ്രീകണ്ഠൻ പറയുമ്പോൾ അപ്പോ അതായിരുന്നു നമ്മുടെ സതീശൻ പിന്തുണ കിട്ടിയിട്ടില്ല, അത് മാത്രമല്ല പിന്തുണ കിട്ടിയത് സർക്കാരിനാണ് എന്നാണ് സതീശന്റെ പ്രസ്താവന. ജമാഅത്ത് ഇസ്ലാമിയുമായി LDF ഒരു ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിലെ സർക്കാരിനെതിരെ രാഷ്ട്രീയ വിജയം നേടാൻ ചേലക്കര ജയിക്കണമെന്നായിരുന്നു UDF പ്രഖ്യാപിച്ചത്. അതിന് എല്ലാ സന്നാഹവും അങ്ങ് ഒരുക്കി. എന്നിട്ട് ചേലക്കരയിൽ ഉണ്ടായത് എന്താണ്? ആരുടെ വിജയമാണ് ഉണ്ടായത്? ജനങ്ങൾ സർക്കാരിനൊപ്പമാണ് എന്നതാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPI-യുടെയും സഹായം ഉണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് തന്നെ തുറന്നു പറഞ്ഞു. അഭിമാനത്തോടെയാണ് വർഗീയ കക്ഷികളുടെ സഹായം സ്വീകരിച്ചതെന്ന് പറയുന്നത്. പൊന്നാനിയിൽ TK ഹംസയും MP ഗംഗാധരനും സ്ഥാനാർത്ഥിയായപ്പോൾ MP ഗംഗാധരനെയാണ് അവർ പിന്തുണച്ചത്. ഇതിന്റെ മാനദണ്ഡം എന്തായിരുന്നു എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ധാരണ ഉണ്ടാക്കിയിട്ടില്ല. സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ നൽകുന്ന രീതി അവർക്കുണ്ടായിരുന്നു. വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇടതുപക്ഷം ആർജവം കാട്ടിയിട്ടുണ്ട്. പാലക്കാട് UDF നേടിയ വിജയത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ആ വിജയത്തിന്റെ വഴി മനസ്സിലാക്കേണ്ടതുണ്ട്. പാലക്കാട്ടെ വിജയത്തിന് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. VK ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞത് SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവയുടെ വോട്ട് വാങ്ങിയെന്നാണ്. RSSന്റെ മറുവശമാണ് ജമാഅത്ത് ഇസ്ലാമി എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. സരണ് നല്ല സ്ഥാനാർത്ഥിയാണ്. നാണം കെട്ട നിലയിൽ ഉണ്ടാക്കിയ ഭൂരിപക്ഷമാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റേത്. UDF മനസ്സിലാക്കണം അക്കാര്യം. കോൺഗ്രസിന് 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. സുധാകരൻ, സതീശൻ, ചെന്നിത്തല, മുരളീധരൻ, വേണുഗോപാൽ, ശശി തരൂർ എന്നിവരാകും അടുത്ത തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ. പാർട്ടിക്ക് ചേലക്കരയിലേത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ്. 100-ലേറെ സീറ്റ് നേടിയിട്ട് LDF തീർച്ചയായും 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്നേരം ഈ വർഗീയ ശക്തികളെല്ലാം മൂക്കുംകുത്ത് വീഴുമെന്ന കാര്യത്തിലും സംശയമില്ല.